ഹായ് ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീ മുട്ടേരി. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ യാത്ര കദ്രി ക്ഷേത്രത്തിലേക്കാണ്. മംഗലാപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് വെറും 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സൗകര്യപ്രദമായ പൊതുഗതാഗത സൗകര്യം ലഭ്യമാണ്. ഇടയ്ക്കിടെ ബസ് സൗകര്യവും മിതമായ നിരക്കിൽ ഓട്ടോറിക്ഷകളും ലഭ്യമാണ്. പുതിയ സന്ദർശകർക്ക് ഈ ഓട്ടോറിക്ഷകൾ സൗകര്യപ്രദമായ ഗതാഗത മാർഗമായിരിക്കും. ഏകദേശം 1068 AD പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നായ കദ്രി മഞ്ജുനാഥേശ്വര ക്ഷേത്രം വളരെ ആകർഷകമായ ഒരു സ്ഥലമാണ്. കദ്രിയിലെ മഞ്ജുനാഥ ക്ഷേത്ര വിജയനഗര ശൈലിയിലുള്ളതാണ്. AD 15-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ അതിന് ദൃഢമായ ഒരു ഘടന ലഭിച്ചിരിക്കണമെന്ന് ഇന്നത്തെ രൂപത്തിൽ നിന്നും അനുമാനിക്കാം. കദ്രി മലനിരകളുടെ പ്രകൃതി ഭംഗി, ലാറ്ററൈറ്റ് കുന്നുകളിൽ നിർമ്മിച്ചെടുത്ത ചരിത്രാതീത ഗുഹകളുടെ സാന്നിധ്യം, മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ ചരിത്രപരവും മതപരവുമായ പ്രാധാന്യവും ഈ കേന്ദ്രത്തിന് പ്രത്യേക ആകർഷണം നൽകുന്നു. ദക്ഷിണേന്ത്യയിലെ നാഥപന്തയുടെ ഏറ്റവും വലിയ കേന്ദ്രമാണിത്. ബുദ്ധമതത്തിന്റെ മഹായാന ശാഖയുടെ വജ്രായന മത ആചാരത്തിൽ നിന്ന് വന്ന ഒരു പരിഷ്കരിച്ച മതപരമായ ആചാരമാണ് നാഥപന്ത. കദ്രി മലയിലെ ഗുഹകൾ പുരാവസ്തുപരമായി പരിശോധിക്കപ്പെട്ടതുമാണ്. കദ്രി എന്ന പേരിന് കാര്യമായ ആശയങ്ങളുണ്ട്. വാഴപ്പഴം എന്നർത്ഥമുള്ള കദരിയിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞത്. എന്നാൽ ഇത് വളരെ സാധാരണമായ അർത്ഥം മാത്രമായിരിക്കാം. ബുദ്ധമത ഗണിതശാസ്ത്രജ്ഞൻ പറയുന്നതനുസരിച്ച് കാതരിക എന്നാൽ കുന്നിൻ പുറത്തെ മേച്ചിൽപ്പുറം എന്നാണ്. പ്രസിദ്ധമായ ലോകേശ്വര പ്രതിമയുടെ പീഠത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന AD 968 എപ്പിഗ്രാഫിലാണ് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ആദ്യകാല പരാമർശം. ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ബുദ്ധസന്യാസിമാർ കദ്രിയെ തങ്ങളുടെ വിഹാര കേന്ദ്രമാക്കി. അക്കാലത്ത് കാതരിക വിഹാരം എന്നറിയപ്പെട്ടു. തുടർന്ന് നാഥപന്തയുടെ അനുയായികളും ഇവിടെ വന്ന് താമസമാക്കി. AD 968 എപ്പിഗ്രാഫ് മംഗലാപുരത്തെ മംഗലാപുര എന്നും കദ്രിയെ കാതരിക വിഹാരം എന്നും പരാമർശിക്കുന്നു. ആലൂപ രാജവംശത്തിലെ കുന്ദവർമ്മ രാജാവാണ് കാതരിക വിഹാരത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് അതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സ്ഥലനാമത്തിന്റെ ആദ്യ രൂപമാണ് കാതരിക എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. AD 10-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതം ഇവിടെ തഴച്ചു വളർന്നപ്പോൾ ബുദ്ധിസ്റ്റ് സെറ്റിൽമെന്റിൽ നൽകിയ പേരാണ് വിഹാര. കദ്രിയിലും പരിസരത്തും വസ്തുതകൾ തെളിയിക്കുന്ന രേഖകൾ ലഭ്യമാണ്. AD 10-ാം നൂറ്റാണ്ടിൽ ബുദ്ധമതം അതിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. കാലക്രമേണ അത് ശിവവിശ്വാസങ്ങളിൽ തിളങ്ങി. ലളിതമായ കൊത്തുപണികളുള്ള ചതുരാകൃതിയിലുള്ള 2 കമാനങ്ങളുള്ള മറ്റൊരു കുന്നുപോലെയുള്ള ഒരു സ്ഥലം. പടികൾ കയറി അകത്തെ ഭാഗത്തെത്തി. അവിടെ നിരവധി സമാധികൾ കാണാം. ഇതിനെ ശ്രീ യോഗീശ്വർ മഠം എന്ന് വിളിക്കുന്നു. പക്ഷേ ഇത് നാഗപന്ത് വിശ്വാസിയായ യോഗിരാജന്റെ അനുയായികളുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഈ മഠത്തിന്റെ തലവന്മാരായിരുന്ന നിരവധി സന്യാസിമാരുടെ സമാധികൾ കൂടാതെ ആകർഷകമായൊരു ക്ഷേത്രവും കാണാൻ സാധിക്കും. ഷെഡ്യൂൾ അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ അവരുടേതായ പൂജാ സമ്പ്രദായം പിന്തുടരുന്നു. കാലഭൈരവ ദേവതയായ ദുർഗയുടെയും അഗ്നിയുടെയും ദേവതകളെ അന്തേവാസികൾ ആരാധിക്കുന്നു.
അടുത്തായി തന്നെ ഒരു ഗുഹ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആ ഗുഹയെ പാണ്ഡവരുടെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഈ ഗുഹ പ്രദേശത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.